സീറോ മലബാർ സിനഡ് പിതാക്കന്മാർക്ക് വിശ്വാസികളുടെ ഒരു തുറന്ന കത്ത് സമൂഹ മാധ്യമത്തിൽ കണ്ടു. സിനഡ് പിതാക്കന്മാരെ കുറ്റപ്പെടുത്താനോ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങളുടെ പൂർണ്ണ ഉത്തരവാദിത്തം നിങ്ങളുടെ മാത്രം തലയിൽ കെട്ടിവെക്കാനോ അല്ല ഈ കത്ത് എഴുതുന്നത്. എങ്കിലും ചില യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാതിരിക്കാൻ വയ്യ. എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാക്കിയതിൽ നിങ്ങളുടെ തെറ്റായ സമീപനങ്ങൾക്ക് വലിയ പങ്കുണ്ടെന്ന് ഖേദത്തോടെ പറയട്ടെ. പ്രശ്നം പരിഹരിക്കുന്നതിനേക്കാൾ മൂടി വെക്കുന്നതിനും തൽക്കാലത്തേക്ക് ഒതുക്കി വെക്കുന്നതിലുമാണ് നിങ്ങൾ ശ്രമിച്ചത്. പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ നിങ്ങൾ കാണിച്ച വൈമാനിസ്യമാണ് വിഷയം ഗുരുതരമാക്കിയതെന്ന് പറയാതെ വയ്യ. മാർപ്പാപ്പയും സഭയും വിമത പുരോഹിതർക്ക് മുമ്പിൽ അടിയറവ് പറയുക എന്നതല്ലാതെ ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കുവാൻ മറ്റൊരു മാർഗവും ഇല്ലെന്ന് നിങ്ങൾക്ക് ഇതിനോടകം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഈ പ്രശ്നം പരിഹരിക്കുവാൻ ശക്തമായ നിലപാടുകൾ ആവശ്യമാണ്. പക്ഷേ എടുത്ത നിലപാടുകളിൽ നിന്ന് പിന്നോക്കം പോയി സിനഡിന്റെയും സഭാധ്യക്ഷന്റെയും വില നശിപ്പിക്കുന്ന സമീപനമാണ് നിങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. വിമത വൈദികർ പരാജയത്തിന്റെ വക്കിലെത്തുമ്പോൾ അവരുമായി ചർച്ചയ്ക്ക് പോയി അവരെ പരാജയത്തിൽ നിന്ന് രക്ഷിച്ച് അവരെ ശക്തീകരിക്കുന്ന വിഡ്ഢിത്തം നിങ്ങൾ പല പ്രാവശ്യം ആവർത്തിച്ചു എന്നത് വിസ്മരിക്കാനുമാവില്ല. അപ്പോഴൊക്കെ ധാരണ, സമവായം, ആദ്യായ ഓമന പേരിട്ട് നിങ്ങൾ നടത്തിയ ചർച്ചകളും നിലപാടുകളിൽ നിന്നുള്ള പിൻവലിയലുകളും പ്രശ്നം പരിഹരിക്കാനല്ല, നീട്ടിക്കൊണ്ടു പോകാനും വഷളാക്കാനുമാണ് ഉപകരിച്ചത്. വിമതർ തോൽവിയുടെ പടിവാതിൽക്കൽ എത്തി നിൽക്കുമ്പോൾ അവരെ അതിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ കാണിക്കുന്ന വിശ്വസ്തതയും വ്യഗ്രതയും സഭയോടും മാർപ്പാപ്പയോടും ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വിശ്വാസികൾ ആഗ്രഹിച്ചു പോവുകയാണ്. ഈ ഘട്ടത്തിൽ ഒരു കാര്യം മാത്രമേ വിശ്വാസികൾക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളൂ. ദയവായി സമര നാടകം നടത്തുന്ന വിമതരോട് ചർച്ചയ്ക്ക് പോകരുത്. അവർ വേണ്ടുവോളം അരമനയിൽ ഇരുന്നു കൊള്ളട്ടെ. ഇപ്പോൾ നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടിൽ ഉറച്ചു നിൽക്കണം. ചില വിമത മെത്രാന്മാരും വൈദികരും വിമതരെ അനുകൂലിച്ചു കത്തെഴുതി എന്ന് വരാം. അത് വിമതതന്ത്രത്തിന്റെ ഭാഗമാണ്. ദയവായി ആ കിടിയിൽ വീഴരുത്. തീർച്ചയായും ദൈവം നിങ്ങളുടെ സദുദ്ദേശവും സഭാസ്നേഹവും വിലമതിക്കുകയും നിങ്ങളുടെ ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യും. വിശ്വാസികളും ഒപ്പമുണ്ടാകും.